ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സാരി കളക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ അതാ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് സാരി. ഇതെന്ന് പറയുന്നത് ഇതിന് ഒരു ബോർഡറൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം അമ്മ ഉടുത്തിരുന്ന സാരിയാണിത്. അപ്പോൾ ഇതിനിങ്ങനെ താഴെ ഒരു ബ്ലൂ കളറിലുള്ള ബോർഡറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് ഒരുമാതിരി ഒരു ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏത് ബ്ലൗസിൻ്റെ കൂടെയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഞാൻ കൂടുതലും ഈ ബ്ലൗസാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നല്ല മാച്ചായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് അടുത്ത് വന്നിട്ട് ഈ സാരിയാണ്. ഇതൊരു യെല്ലോ കളറാണ്. അതിൻ്റെ ഇടയിൽ അപ്പൂസ് വന്നിട്ടുണ്ട്. എന്നെ വിളിക്കാതെ വീഡിയോ എടുക്കുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ വന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ അപ്പയ്ക്കും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോയപ്പോൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയപ്പോൾ അതിൻ്റെ കൂട്ടത്തിലായിട്ട് എനിക്കും കൂടെ എടുത്തിട്ടുള്ള ഒരു സാരിയായിരുന്നു. ഈ സാരിക്കും ഞാൻ കൂടുതലും ഇപ്പോൾ നേരത്തെ കാണിച്ച ബ്ലൗസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല നമ്മുടെ ബോഡിയായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാരിയായിരുന്നു. പിന്നെ ഇത് വന്നിട്ടുള്ളത് എൻ്റെ ഫേവറേറ്റ് സാരിയാണ്. ഇതും അമ്മയുടെ സാരി തന്നെയാണ്. ഇത് നമ്മുടെ കല്യാണത്തിന് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അമ്മയ്ക്കായിട്ട് എടുത്തു കൊടുത്ത സാരിയായിരുന്നു. അമ്മ ഒരുപാടൊന്നും അങ്ങനെ ഉടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതും ഞാൻ എടുത്തു. പിന്നീട് വന്നിട്ടുള്ളത് ഈ സാരിയാണ്. ഇതൊരു നേരിയത് സാരിയാണ്. ഞങ്ങൾക്ക് അമ്മയ്ക്ക് തന്നെ അമ്പലത്തിൽ നിന്ന് പൊങ്കാലയ്ക്കായിട്ട് കിട്ടിയിട്ടുള്ളതായിരുന്നു. ഈ സാരി വന്നിട്ട് എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ റിസപ്ഷന് വേണ്ടിയിട്ട് വീട്ടിലെടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു. ഇതും അമ്മയുടെ ഒരു സാരിയാണ്. അമ്മയുടെ പണ്ടത്തെ എനിക്കൊരുപാട് ഓർമ്മകളുള്ള സാരിയാണത്. എനിക്ക് അന്ന് തൊട്ട് ഈ സാരി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതുവരെ ഉടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ സ്കൂളിലായിരുന്നപ്പം എടുത്ത് വീട്ടിൽ വെച്ച് ഉടുത്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് ഇവിടെ ചേട്ടൻ്റെ അമ്മയുടെ സാരിയാണ്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് തന്നതാണ്. അമ്മ അങ്ങനെ റെഡ് ഭയങ്കര ഒരു എറിച്ച റെഡ് ആയതുകൊണ്ട് അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടില്ലാത്തത് കൊണ്ട് അമ്മ എനിക്ക് തന്നു. അങ്ങനെ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തത് വന്നിട്ട് ഈ സാരിയാണ്. ഇതും അമ്മയുടെ സാരിയാണ്. ഇതെല്ലാം അമ്മയുടെ സാരിയല്ല, എൻ്റെതാണ് സാരി. അമ്മയുടേതായാലും എന്താ, എൻ്റേതായാലും എന്താ, എല്ലാം നമുക്കുള്ളതല്ലേ. ഇത് വന്നിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ബാങ്കിൽ നിന്ന് തന്നിട്ടുള്ള ഒരു സാരിയായിരുന്നു. ഇതുവരെ ഞാൻ ഉടുത്തിട്ടില്ല. ബ്ലൗസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഉടുക്കാമെന്നാണ് ഇങ്ങനെ വിചാരിക്കുന്നത്. അതിന് മുമ്പ് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഞാൻ ഉടുക്കും. ഞാൻ ഭയങ്കര ഒരു സാരി ലവറാണ് കേട്ടോ. എനിക്ക് സാരി ഉടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കംഫർട്ടബിളുമാണ്. പിന്നെ ഇത് വന്നിട്ടുള്ളത് ഞാൻ 160 രൂപയ്ക്ക് 159 രൂപയായിരുന്നു അതിൻ്റെ റേറ്റ്. ഞാൻ വെറ്റ്ലാൻഡിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഭയങ്കര വർത്തായിട്ടുള്ളൊരു സാരി ആയിരുന്നു. ഞാൻ 2-3 തവണ ഉടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇത് വന്നിട്ട് അമ്മയുടെ ഒരു സാരിയാണ്. അമ്മയ്ക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ്. അമ്മ ഉടുത്തിട്ടില്ല, അത് ഞാൻ എടുത്തു. പിന്നെ ഇത് വന്നിട്ട് ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാരിയായിരുന്നു. ഇത് ലോട്ടസ് പിങ്കും പിന്നെ ഗ്രീനും കൂടെ ആയിട്ടുള്ള മിക്സ്ചറായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.